ഡോക്ടർ ഹാരിസിനെതിരെ നടപടിയുണ്ടാകില്ല. KGM-CTA ആരോഗ്യമന്ത്രി ഉറപ്പ് നൽകി. ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടക്കും. ഡോക്ടർ ഹാരിസിനെതിരായ അന്വേഷണം അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഉപകരണം കാണാതായതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകില്ല. അസ്വാഭാവികമായി പെട്ടി കണ്ടതിലും CCTV ദൃശ്യത്തിലും അന്വേഷണമില്ല. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സൗകര്യങ്ങളെക്കുറിച്ച് പഠനം നടത്തണമെന്നും KGM-CTA ആവശ്യപ്പെട്ടു. സർക്കാർ പിന്നോട്ട് പോവുകയാണോ? അതാണ് അറിയേണ്ടത്. അരുൺ സോളമൻ, ഗുഡ് മോർണിംഗ്. ഡോക്ടർ ഹാരിസിനെതിരെ എന്തെങ്കിലുമൊക്കെ കെട്ടിച്ചമയ്ക്കാനുള്ള നീക്കങ്ങളൊക്കെ പപ്പടം പൊടിയുന്നത് പോലെ പൊടിഞ്ഞ സാഹചര്യത്തിലാണോ ഈ പിന്മാറ്റം? ഒത്തുതീർപ്പ്, അതുപോലെ തന്നെ ഉന്നത ഇടപെടൽ അതൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഡോക്ടർ വെളിപ്പെടുത്തിയപ്പോൾ ഡോക്ടർ കൂടുതലായി എന്തെങ്കിലും പറഞ്ഞാലോ എന്നുള്ള ഒരു ആശങ്ക കൂടി ഈ തീരുമാനത്തിലേക്ക് എത്താൻ കാരണമായിട്ടുണ്ടോ? സുജയ്, ഒരു സംശയവും വേണ്ട. ആ ഒരു വിലയിരുത്തലിലേക്ക് ഇപ്പോൾ സർക്കാരും ആരോഗ്യവകുപ്പും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഈ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന് നമ്മളൊരു ചൊല്ലുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ അവസ്ഥയും. കാരണം ഹാരിസിനെ കൊടുക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും പല ഘട്ടങ്ങളിലായിട്ട് ഉയർത്തി. അതെല്ലാം തന്നെ വിഫലമായി പോകുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം നടന്ന പ്രസ് മീറ്റിൽ അടക്കം കണ്ടത്. ഈ നടത്തിയ പ്രസ് മീറ്റ് സർക്കാരിന് തിരിച്ചടിയായി എന്നുള്ളൊരു വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഇപ്പോൾ KGM-CTA, അതായത് ഡോക്ടർമാരുടെ സംഘടനയ്ക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഉറപ്പ്, ആരോഗ്യമന്ത്രി നൽകിയിരിക്കുന്ന ഉറപ്പ്, ഈ അന്വേഷണം അവസാനിക്കുന്നു, ഇനി ഒരു നടപടിക്കുമില്ല, ഹാരിസിനെതിരെ ഒരു നടപടിക്കുമില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് ആരോഗ്യവകുപ്പ് മന്ത്രിയും എത്തിയിരിക്കുകയാണ്. പക്ഷേ അതേസമയം KGM-CTA ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. കാരണം ഇത് സംബന്ധിച്ച് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സൗകര്യങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒരു വിദഗ്ധ സമിതിയെ, ഒരു സർക്കാരിൻ്റെ ഒരു ഏജൻസി തന്നെ ഏൽപ്പിക്കണമെന്നുള്ള ആവശ്യമാണ് നിലവിൽ ഉയർത്തിയിരിക്കുന്നത്. അതെന്തായാലും അതിലിപ്പോൾ KGM-CTA ഉറച്ചു നിൽക്കുന്നു. വരുന്ന മണിക്കൂറുകളിൽ KGM-CTA ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിട്ട് ചർച്ച നടത്തും എന്നുള്ള ഒരു കാര്യം കൂടിയാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസം ഉയർത്തിയ പല ആരോപണങ്ങളും ഡോക്ടറിനെ സംശയത്തിന്റെ മുൾമുനയിൽ റോഷിപാലിലേക്കാണ് നമുക്ക് പോകേണ്ടത്. റോഷിപാൽ, KGM-CTA ആരോഗ്യമന്ത്രിയുടെ ഉറപ്പ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർ ഹാരിസിനെതിരെ നടപടി ഉണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നലെ തിരക്കിട്ട് പ്രിൻസിപ്പലും സൂപ്രണ്ടും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനം എന്തിനായിരുന്നു? കാരണം KGM-CTA ഡോക്ടർ ഹാരിസ് തനിക്ക് നേരെ ചില നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള ഒരു കത്ത് കൊടുത്തത് അതിന്റെ തൊട്ട് തലേ ദിവസമാണ്, മിനിഞ്ഞാന്നാണ്. അതിനുശേഷം ഇന്നലെ വാർത്താ സമ്മേളനം നടക്കുന്നു. ഇന്നിപ്പോൾ നടപടി ഉണ്ടാകില്ല എന്നുള്ള വെളിപ്പെടുത്തൽ വരുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് റോഷിപാൽ? സുജയ, ഡോക്ടർ ഹാരിസിനെ കൃത്യമായി കൊടുക്കാനുള്ള നീക്കം ഇന്നലെ നടന്നു എന്ന് വിലയിരുത്തേണ്ടി വരും. കാരണം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. പിന്നീട് ആ നീക്കം പൊളിഞ്ഞ സാഹചര്യത്തിൽ കടുത്ത പ്രതിഷേധം KGM-CTA ഭാഗത്തുനിന്നുണ്ടാകുന്നു, IMA ഭാഗത്തുനിന്നുണ്ടാകുന്നു. പൊതുസമൂഹം തന്നെ വിഷയം ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് പ്രതിപക്ഷം ഹാരിസ് ഡോക്ടറെ കൊടുക്കാൻ വേണ്ടി ഭരണകൂടം ശ്രമിക്കുന്നു എന്ന ആക്ഷേപമുയർത്തി അത് വലിയ പ്രതിഷേധത്തിലേക്ക് വഴിതിരിച്ചുവിടാനുള്ള നീക്കം തുടങ്ങിയതോടെയാണ് ഇപ്പോൾ സർക്കാർ പിന്മാറുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അന്നും ആരോഗ്യമന്ത്രി ഡോക്ടർ ഹാരിസിനെ ചേർത്ത് പിടിക്കുന്നുവെന്ന് പൊതുമധ്യത്തിൽ പറഞ്ഞിരുന്നു. അതേ ആരോഗ്യ വകുപ്പ് തന്നെയാണ് പിന്നീട് ഹാരിസ് ഡോക്ടറെ കൊടുക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് എത്രത്തോളം ഇത് ഡോക്ടർ ഹാരിസും അവരുടെ സംഘടനയും വിശ്വസിക്കുമെന്ന കാര്യത്തിലാണ്. കാരണം ഇങ്ങനെ നടപടി ഉണ്ടാകില്ലെന്ന് ഉറപ്പ് നൽകുകയും പിന്നീട് മറ്റൊരു തരത്തിൽ നടപടിയോ അല്ലെങ്കിൽ ഡോക്ടർ ഹാരിസിനെ കൊടുക്കാനുള്ള നീക്കങ്ങളോ നടക്കുമോ എന്ന് ഒരു വ്യക്തതയുമില്ല. കാരണം നമ്മൾ ആദ്യം മുതൽ കണ്ടതാണ് ഡോക്ടർ ഹാരിസ് ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥ പൊതുമധ്യത്തിലേക്ക് തുറന്നു കാട്ടിയതാണ് ഇങ്ങനെയൊരു വേട്ടയാടലിന് വഴിയൊരുക്കിയെന്ന് പ്രതിപക്ഷമടക്കം ആരോപിക്കുന്നു. ഡോക്ടർ ഹാരിസും അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഡോക്ടറെയാണ് ഇങ്ങനെ വേട്ടയാടാനുള്ള നീക്കം നടന്നത്. അന്ന് മന്ത്രി പറഞ്ഞത് ഹാരിസ് ഡോക്ടർ നല്ല ഡോക്ടറാണ്, ഏറ്റവും മികച്ച ഡോക്ടറാണെന്ന്. അങ്ങനെയുള്ള ഡോക്ടർ ഹാരിസിനെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള നീക്കം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ഇന്നലത്തെ വാർത്താ സമ്മേളനം. ഇനി എന്താണ് ആരോഗ്യവകുപ്പിൻ്റെ നീക്കം എന്നത് പ്രധാനപ്പെട്ടതാണ്. KGM-CTA ഇങ്ങനെ ഒരു ഉറപ്പ് നൽകിയ സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ ഇവിടെ അവസാനിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏതായാലും KGM-CTA നേതാക്കളുടെ പ്രതികരണം ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ ഡോക്ടർ ഹാരിസ് ഇന്ന് ജോലിയിൽ തിരികെ പ്രവേശിക്കുമോ എന്നതാണ് മറ്റൊരു കാര്യം. ഏതായാലും വലിയ കോളിളക്കങ്ങളാണ് ഈ കാര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, കുരുക്കായ സ്ഥിതിയിൽ പ്രതിരോധത്തിലായ സാഹചര്യത്തിൽ ഒരുപക്ഷെ സർക്കാർ പിന്മാറുന്നതായി നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിലയിരുത്താം. റോഷിപാൽ, നടപടി ഉണ്ടാകില്ല, പിന്മാറുന്നു, ഇത് നേരത്തെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അതിനുശേഷം ഏറെ ദൂരം മുന്നോട്ട് പോകുന്നതാണല്ലോ നമ്മൾ കണ്ടത്. ആ മുന്നോട്ട് പോക്ക് എന്തിനായിരുന്നു? മോർസിലോസ്കോപ്പ് ഒക്കെ ഈ തിരക്കഥയിലേക്ക് കടന്നു വരുന്നത് എപ്പോഴാണ്? നെഫ്രോസ്കോപ്പ്, മോർസിലോസ്കോപ്പ്, ചെറിയ പെട്ടി, വലിയ പെട്ടി, ഡെലിവറി ചെല്ലാനെ ബില്ലാക്കുന്നു. അങ്ങനെ ഈ ഒരുപാട് സംശയങ്ങൾ അന്തരീക്ഷത്തിൽ ഒരു പുകമറ പോലെ ഇന്നലത്തെ ഒരു ദിവസം നിർത്തിയത് എന്തിനായിരുന്നു അങ്ങനെയാണെങ്കിൽ? സുജയ, അതിൽ സ്ഥിരീകരിക്കാത്ത ഒട്ടേറെ വിവരങ്ങളുണ്ട്. കാരണം ഡോക്ടർ ഹാരിസിന് പൊതുസമ്മതി വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ
സമൂഹത്തിൻ്റെ വലിയ പിന്തുണയുണ്ടെന്ന് മനസ്സിലാക്കി CPM നേതൃത്വം തന്നെ ഇടപെട്ട് ആരോഗ്യമന്ത്രിയോട് പ്രശ്നം പരിഹരിക്കണമെന്ന് നിർദ്ദേശം നൽകിയെന്ന സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട്. അങ്ങനെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിൻ്റെ തൊട്ട് മുൻപാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പ് ഡോക്ടർ ഹാരിസിന് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുകയും അതിനുശേഷം ഡോക്ടർ ഹാരിസും ഒപ്പം ആരോഗ്യ മന്ത്രിയും പ്രതികരിക്കാതിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായത്. ആ വാർത്താ സമ്മേളനമാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത്. വാർത്താ സമ്മേളനത്തിൽ തെറ്റായ കാര്യങ്ങൾ ആശുപത്രി സൂപ്രണ്ടും ഒപ്പം പ്രിൻസിപ്പളും പറഞ്ഞതാണ് കുരുക്കാകുന്നത്. കാരണം അതിന് തൊട്ടു പിന്നാലെ തന്നെ റിപ്പോർട്ടർ TV രേഖകളൊക്കെ പുറത്തുവിട്ടതോടെ ആ വാദങ്ങൾ, ആശുപത്രി അധികൃതരുടെ വാദങ്ങൾ പൂർണ്ണമായും പൊളിയുകയായിരുന്നു. ഇനി ഏതായാലും നടപടി ഉണ്ടാകില്ല എന്ന ഉറപ്പ് ലഭിച്ച സാഹചര്യത്തിൽ ഇനി KGM-CTAയും ഒപ്പം ഡോക്ടർ ഹാരിസും സ്വീകരിക്കുന്ന നിലപാടും നിർണായകമാകും. ഏതായാലും ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിന് അതിന് സമ്മർദ്ദമുണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഡോക്ടർ ഹാരിസിനെ കുടുക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ശക്തിപ്പെടുന്ന രീതിയിലാണ് ഇന്നലത്തെ വാർത്താ സമ്മേളനം ഉണ്ടായത്. അത് പൊതുമധ്യത്തിൽ അത് തുറന്നു കാട്ടപ്പെട്ട സാഹചര്യത്തിൽ കൂടിയാകാം ഒരുപക്ഷേ ഇനി ഡോക്ടർ ഹാരിസിനെതിരെ നടപടി എടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ആരോഗ്യവകുപ്പ് എത്തുന്നത്. ഇന്നലെ ഈ വാർത്താ സമ്മേളനം നടന്നതിന് ശേഷം ഡോക്ടർ ഹാരിസിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഉന്നത തലത്തിൽ ഇടപെട്ടു, എല്ലാം ഒത്തുതീർപ്പാക്കിയതിനു ശേഷവും വീണ്ടും തന്നെ വേട്ടയാടാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ ഡോക്ടർ ഹാരിസ് ഇനി കൂടുതലായി എന്തെങ്കിലും പറഞ്ഞേക്കുമോ? ഓഗസ്റ്റ് 2-ന് എന്താണ് മോഴ്സിലോസ്കോപ്പ് എന്നുള്ളത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് അദ്ദേഹം പിൻവലിക്കുന്നത് നമ്മൾ കണ്ടു. ആ അതേ ഓഗസ്റ്റ് 2-നുള്ള ബില്ല് ചെല്ലാനാണ് ബില്ലെന്ന രീതിയിൽ അവതരിപ്പിച്ചത്. ഇനിയും ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ തുടർ പ്രതികരണങ്ങളോ ഉണ്ടാകും എന്നുള്ള ഒരു ഭയം കൂടി ഈ തീരുമാനം പെട്ടെന്ന് എടുക്കാം എന്ന ഒരു തോന്നലിലേക്ക് എത്തിക്കുകയായിരുന്നു ആരോഗ്യവകുപ്പിനെ. റോഷിപാൽ, സുജയ, അതിന് സാധ്യതയുണ്ട്. കാരണം ഡോക്ടർ ഹാരിസ് നമ്മൾ ആശുപത്രിയിലെ ദുരവസ്ഥ ആദ്യം സാമൂഹ്യ മാധ്യമത്തിലാണ് കുറിച്ചത്. പിന്നീട് തൊട്ടു പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആശുപത്രിയിലെ ദുരവസ്ഥ, അവിടെ എത്തുന്ന രോഗികളുടെ പ്രശ്നങ്ങളൊക്കെയാണ് തുറന്നു കാട്ടിയത്. നിരവധി തവണ പരാതി അതിൻ്റെ മുകളിലോട്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചിട്ടും അതിന് പരിഹാരം കാണാത്ത സാഹചര്യത്തിൽ അസഹനീയമായ ഘട്ടത്തിലാണ് ഡോക്ടർ ഹാരിസ് മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥ, അത് അവിടെ ശസ്ത്രക്രിയ ഉൾപ്പെടെ മാറ്റിവെക്കുന്ന സാഹചര്യം പുറത്ത് വിവരിച്ചത്. ആ ഒറ്റ കാരണത്താൽ ആ ഡോക്ടർ ഹാരിസിനെ വേട്ടയാടപ്പെടുന്നു എന്ന് തന്നെയാണ് KGM-CTAയും പ്രതിപക്ഷവും അടക്കം ആരോപിക്കുന്നത്. അത് യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളുടെ അടക്കം പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടാവുകയും അത് വാർത്താ സമ്മേളനം ഉൾപ്പെടെ. ഏതായാലും ഇനി പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഡോക്ടർ ഹാരിസിനടക്കമുള്ളത്. പക്ഷേ എത്രത്തോളം ഡോക്ടർ ഹാരിസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സുരക്ഷിതനായി വലിയ പ്രശ്നങ്ങളില്ലാതെ ആത്മസംതൃപ്തിയോടെ ജോലി ചെയ്യാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമാണ്. പിന്നീട് വേട്ടയാടൽ ഉണ്ടാകുമോ എന്ന ആശങ്ക എല്ലാവർക്കുമുണ്ട്. കാരണം ആശുപത്രിയിലെ ഈ ദുരവസ്ഥ തുറന്നു കാട്ടപ്പെട്ടത് ആരോഗ്യവകുപ്പിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ആരോഗ്യവകുപ്പിൻ്റെ വലിയ കൂടുതൽ കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രി അടക്കം രാജ്യത്തെ ഏറ്റവും മികച്ച ആരോഗ്യ മേഖലയാണ് കേരളത്തിലെന്ന് നിരന്തരം പറയുമ്പോഴും അതല്ല കേരളത്തിലെന്ന് ആ വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്ടർ തന്നെ തുറന്നു പറഞ്ഞത് തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യമാണ്. അതിന്റെ ഒരു പകവീട്ടൽ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുമോ എന്ന സംശയം പല കോണുകളിൽ നിന്നും ഉയർന്നു, പ്രതിപക്ഷമടക്കം ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇനിയും ഡോക്ടർ ഹാരിസിനെതിരെ വിമർശനങ്ങളുമായി വന്നാൽ ഡോക്ടർ ഹാരിസ് തുറന്നു പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാകാം ഒരുപക്ഷെ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആരോഗ്യവകുപ്പ് പിന്മാറുന്നത് എന്ന സംശയവുമുണ്ട്. നമുക്കിതിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്, അതോടൊപ്പം തന്നെ ഡോക്ടറുടെയോ ആരോഗ്യമന്ത്രിയുടെയോ ഒക്കെ ഇക്കാര്യത്തിലെ ഒരു അന്തിമ പ്രതികരണത്തിലേക്ക് എത്തുന്നത് വരെ ഈ വാർത്ത തുടരുമെന്നത് ഉറപ്പാണ്. അതിന്റെ ഓരോ ഘട്ടങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചെല്ലാൻ ബില്ലാണ് എന്ന് പറഞ്ഞപ്പോൾ ചെല്ലാനാണത് എന്നത് റിപ്പോർട്ടർ ഇന്നലെ തന്നെ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഡോക്ടർ ഹാരിസിന് അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങൾക്ക് മറുപടി കിട്ടുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. രോഗികൾക്ക് സൗകര്യങ്ങൾ, അതോടൊപ്പം തന്നെ ശസ്ത്രക്രിയ സമയബന്ധിതമായി നടത്തുക, ഡോക്ടർമാർക്ക് അവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചുള്ള പഠനം, അതൊക്കെയാണ് KGM-CTA ആവശ്യപ്പെട്ടിരിക്കുന്നത്. അക്കാര്യങ്ങളിൽ ഉണ്ടാകുന്ന തുടർ നീക്കങ്ങൾ എന്തെന്നറിയാനും നമുക്ക് കാത്തിരിക്കാം.